ഹായ് വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഗ്രൂപ്പ്. നമ്മൾ ഇന്ന് ഐയുടെ സെക്കൻഡ് പാർട്ടായ എറേഴ്സ് ഓഫ് റിഫ്രാക്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ഐയുടെ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിച്ചു, ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് നോക്കിയിരുന്നു. ഇനി ഇതിൽ വരുന്നത് റിഫ്രാക്ഷനിലുള്ള എറേഴ്സ് ആണ്. എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലോട്ട് വരുന്ന ലൈറ്റിനെ, പ്രകാശരശ്മികളെ ബെൻഡ് ചെയ്യിച്ച് നമ്മുടെ റെറ്റിനയിലോട്ട് ഫോക്കസ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഐയിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ അതിനെ ഐ റിഫ്രാക്ഷൻ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഐ ബെൻസ് ലൈറ്റ് ടു ഫോക്കസ് ഇറ്റ് ഓൺ ദ റെറ്റിന. അങ്ങനെ റെറ്റിനയിൽ ഇത് ഫോക്കസ് ആയാലാണ് നമ്മുടെ ബ്രെയിനിലോട്ട് വിഷ്വൽ ഇമ്പൾസസ് ചെന്ന് നമുക്ക് ഏത് ഇമേജ് ആണോ നമ്മൾ കണ്ടത് അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന രീതിയിലോട്ട് നമുക്ക് സെൻസേഷൻ കിട്ടുള്ളൂ. നമ്മുടെ ഐയിൽ ആദ്യം ലൈറ്റ് റേസ് വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന്റെ കോർണിയയിലോട്ടാണ് അത് പതിക്കുന്നത്. അതിനുശേഷമാണ് ആ കോർണിയയിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് ഇവ ബെൻഡ് ആവുന്നത്. ബെൻഡ് ആയി കഴിയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിഫ്രാക്റ്റഡ് അല്ലെങ്കിൽ ബെൻഡ് ആയി എന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് തന്നെ. കോർണിയയും അതുപോലെ തന്നെ നമ്മുടെ ഐസിന്റെ നാച്ചുറൽ ലെൻസുമാണ് നമ്മുടെ ഈ ബെൻഡിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രൈമറി സ്ട്രക്ചേഴ്സ്. നമ്മുടെ ഐസിന്റെ ഫ്രണ്ട് പോർഷനിലുള്ള കോർണിയയും അതുപോലെ തന്നെ ബാക്ക് പോർഷനിലുള്ള ലെൻസും, ഈ രണ്ട് സ്ട്രക്ചേഴ്സ് ആണ് ഈ ബെൻഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രൈമറി സ്ട്രക്ചേഴ്സ്. നോർമൽ വിഷൻ ഉള്ള ഒരു മനുഷ്യന് ലൈറ്റ് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുകയും ഒരു 20/20 വിഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. 20/20 എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് വിഷൻ, നമുക്ക് കാണുന്നതിനോ കാഴ്ചയ്ക്കോ യാതൊരു പ്രശ്നവും ഇല്ലാതെ കറക്റ്റായിട്ട് നമ്മൾ എന്താണോ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത് അത് അതേപോലെ തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് 20/20 വിഷൻ. റിഫ്രാക്ഷൻ എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി അബ്നോർമാലിറ്റീസ് ഓഫ് റിഫ്രാക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വിഷ്വൽ അക്കോമഡേഷന്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പോൾ ആ ഒരു അബ്നോർമാലിറ്റീനെയാണ് നമ്മൾ അബ്നോർമാലിറ്റീസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അത് ഒന്നുകിൽ നമ്മുടെ ഐബോളിന്റെ ഷേപ്പിന് എന്തെങ്കിലും ഡിഫറൻസ്, നോർമൽ ആയിട്ടുള്ള ഷേപ്പ് അല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിന്റെ സൈസിന് കുറവോ കൂടുതലോ എന്തെങ്കിലും വ്യത്യസ്തമായ ഷേപ്പിലോട്ട് ആവുകയോ ചെയ്യുമ്പോഴോ, അതുപോലെ തന്നെ നമ്മുടെ ലെൻസിന്റെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരുമ്പോഴാണ് ഈ ഒരു ഓൾട്ടറേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റിഫ്രാക്ഷന്റെ അബ്നോർമാലിറ്റീസിന്റെ മെയിൻ റീസൺ ആണ് നമ്മുടെ വിഷ്വൽ അക്കോമഡേഷനിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ്. ആ അക്കോമഡേഷനിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് എന്തിനൊക്കെ ബേസിസിലാണ്? ഐബോളിന്റെ ഷേപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ലെൻസിന്റെ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസും കാരണമായിരിക്കും ഉണ്ടാകുന്നത്. നമുക്ക് റിഫ്രാക്റ്റീവ് എറേഴ്സിനെ ഫർദർ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ മെയിനായിട്ട് 4 റിഫ്രാക്റ്റീവ് എറേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഹൈപ്പർ മെട്രോപ്പിയ. ഹൈപ്പർ മെട്രോപ്പിയയ്ക്ക് വേറെ പറയുന്ന പേരുകളാണ് ലോങ് സൈറ്റഡ്നെസ്, അല്ലെങ്കിൽ ഫാർ സൈറ്റഡ്നെസ്, അല്ലെങ്കിൽ ഹൈപ്പറോപ്പിയ എന്നൊക്കെ പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ ഇതിന് ദീർഘദൃഷ്ടി നമ്മൾ പറയും. ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐസ്, നമ്മുടെ ഐബോള് ഷോർട്ട് ആയിരിക്കും. നമ്മുടെ ബാക്ക് മുതൽ ഫ്രണ്ട് വരെയുള്ള ആ ഡയമീറ്റർ നമ്മുടെ വിത്തിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഡയമീറ്റർ കുറവാണെങ്കിൽ, നോർമലി ഉള്ളതിനേക്കാൾ കുറവാണ് ഈ ഡയമീറ്റർ എങ്കിൽ, അങ്ങനെ വരുമ്പോഴാണ് ഹൈപ്പർ മെട്രോപ്പിയ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഐബോൾ ചെറുതാകുമ്പോൾ ഹൈപ്പർ മെട്രോപ്പിയ ഉണ്ടാകുന്നത്? ഐബോളിന്റെ സൈസ് ചെറുതാകുമ്പോൾ നമ്മുടെ ലൈറ്റ് നമ്മുടെ ഐയുടെ അകത്തോട്ട് ചെന്ന് ഫോക്കസ് ആവുന്നത് റെറ്റിനയുടെ പിന്നിലായിരിക്കും. താഴത്തെ പിക്ചറിൽ നോക്കിയാൽ കാണാം, നോർമൽ വിഷനിൽ ഫോക്കസ് ആവുന്നത്, നമ്മുടെ ലൈറ്റ് ഫോക്കസ് ആവുന്നത് ഇതാ ഈ റെറ്റിനയുടെ കറക്റ്റ് പോർഷനിലാണ്. ബട്ട് നമ്മുടെ ഹൈപ്പർമെട്രോപ്പിക് ആയിട്ടുള്ള ഐബോളിന്റെ ഡയമീറ്റർ, ഫ്രണ്ട് ടു ബാക്ക് ഉള്ള ഡയമീറ്റർ കുറവാണെങ്കിൽ ഈ ലൈറ്റ് വന്ന് ഫോക്കസ് ആവുന്നത് ഔട്ട്സൈഡ് ദ റെറ്റിനയാണ്. ഈ ഫോക്കൽ പോയിന്റ് വരുന്നത് ഔട്ട്സൈഡ് ദ റെറ്റിനയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫാർ സൈറ്റിലുള്ള ദൂരെയുള്ള ദൃഷ്ടികളൊക്കെ നമുക്ക് കിട്ടും. ദൂരെയുള്ള വസ്തുക്കൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റാതെ വരും. നെക്സ്റ്റ് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ കാണുമ്പോൾ നമുക്ക് ഈ റോഡും മലയും അതുപോലെ തന്നെ സ്കൈയും ആ സീയും ഒപ്പം തന്നെ നമ്മുടെ കാറിന്റെ സ്റ്റിയറിങ്ങും ഫ്രണ്ട് പോർഷനും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഫാർ സൈറ്റഡ് ആയിട്ടുള്ള വിഷൻ ആണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആ സ്റ്റിയറിങ്ങും കാറിന്റെ ഫ്രണ്ട് പോർഷനും നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. എന്നാൽ ദൂരെയുള്ള വസ്തുക്കളൊക്കെ നമുക്ക് അതേപോലെ തന്നെ ക്ലാരിറ്റിയോടുകൂടി കാണാനും പറ്റും. അതാണ് ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഫാർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പറോപ്പിയ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ റീസൺ
നമ്മുടെ ബാക്ക് ടു ഫ്രണ്ട് ഉള്ള ഐബോളിന്റെ സൈസ് കുറയുന്നതും നമ്മുടെ ഇമേജ് റെറ്റിനയുടെ പുറകിൽ ഫോക്കസ് ആവുന്നതുമാണ്. മയോപ്പിയ. മയോപ്പിയ എന്ന് പറയുന്നത് നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് അഥവാ ഹ്രസ്വദൃഷ്ടി. മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ഹൈപ്പർ മെട്രോപ്പിയയിലെ ഐബോളിന്റെ സൈസ് ഷോർട്ടർ ആയിരുന്നുവെങ്കിൽ മയോപ്പിയയിലെ ഐബോളിന്റെ സൈസ് ലോങ്ങർ ആയിരിക്കും. നോർമലി ഉള്ളതിനേക്കാളും നീളം കൂടുതലായിരിക്കും ഐബോളിന്. ബാക്ക് ടു ഫ്രണ്ട് ഡയമീറ്ററിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ലെൻസ് ഇമേജിനെ എവിടെ ഫോക്കസ് ആക്കും? ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയിലായിരിക്കും ഫോക്കസ് ആക്കുന്നത്. ഹൈപ്പർ മെട്രോപ്പിയയിൽ റെറ്റിനയുടെ പിറകിലായിരുന്നു ലെൻസ് ഇമേജിനെ ഫോക്കസ് ചെയ്യിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഹൈപ്പർ മെട്രോപ്പി ഉണ്ടായത്. മയോപ്പിയയിലാണെങ്കിൽ റെറ്റിനയുടെ ഫ്രണ്ടിലായിരിക്കും ഇമേജ് ഫോക്കസ് ആവുന്നത്. നമ്മുടെ ഇമേജ് ഫോക്കസ് ആയേക്കുന്ന പോയിന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. റെറ്റിനയുടെ കറക്റ്റ് പോയിന്റിൽ ഫോക്കസ് ആയാലാണ് നമുക്ക് ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും ഒരുപോലെ നമുക്ക് വിസിബിൾ ആവുള്ളൂ. റെറ്റിനയുടെ ഫ്രണ്ടിൽ അതിന് മുന്നേ ആണ് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ പോയിന്റിൽ വെച്ച്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ പിക്ചറിൽ കാണാം, നമുക്ക് ലോങ് സൈറ്റഡ് ആയിട്ടുള്ള വിഷൻസ്, നിയർ സൈറ്റഡ് ആയിട്ടുള്ള വിഷൻസ് കിട്ടുകയും ഫാർ സൈറ്റഡ് ആയിട്ടുള്ള വിഷൻസ് കിട്ടാതെ വരികയും ചെയ്യും. നോർമലി നമ്മൾ ഈ 4 പേരെയും, ഫ്രണ്ടിൽ നിൽക്കുന്ന 2 കുട്ടികളെയും ബാക്കിൽ നിൽക്കുന്ന 2 അഡൾട്ട്സിനെയും കാണാൻ പറ്റും. ബട്ട് ഷോർട്ട് വിഷൻ ആണ്, ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ ഫ്രണ്ടിലുള്ള കുട്ടികളെ മാത്രം കാണാം. ദൂരെ ഫാർ സൈറ്റഡ് ആയിട്ടുള്ള ആ അഡൽട്ടിനെ നമുക്ക് കാണാൻ പറ്റാതെ വരും. അതാണ് ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് എന്ന് നമ്മൾ പറയുന്നത്. മയോപ്പിയയിൽ അപ്പോൾ ഐബോൾ ലോങ്ങർ ആയിരിക്കും, ഫ്രണ്ട് ടു ബാക്ക് ഡയമീറ്റർ. അതുപോലെ തന്നെ റെറ്റിനയുടെ ഫ്രണ്ടിലായിരിക്കും ഇമേജ് ഫോക്കസ് ആവുന്നത്. അത്രയാണ് മയോപ്പിയ. നെക്സ്റ്റ് വരുന്നതാണ് അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത് ഇതും ഒരു എറർ ഓഫ് റിഫ്രാക്ഷൻ ആണ്, റിഫ്രാക്റ്റീവ് എറർ ആണ്. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് അഥവാ നമ്മുടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ഈ ലൈറ്റ് തട്ടി അത് നമ്മുടെ കണ്ണിൽ റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലോട്ട് ആ ലൈറ്റ് വരുമ്പോഴാണ് നമുക്ക് ഇമേജ് ഫോം ആവുന്നത്, അല്ലെങ്കിൽ ആ ഒരു സെൻസേഷൻ നമുക്ക് കിട്ടുന്നത്. ആ ലൈറ്റ് നമ്മുടെ റെറ്റിനയുടെ ലൈനിൽ ഓരോ പോയിന്റ് ആയിട്ട് പതിക്കും. അഥവാ നമ്മൾ ഇത്രയും നേരം കണ്ടതെല്ലാം ലൈറ്റ് വരുന്നു, റെറ്റിനയിൽ കറക്റ്റ് ഒരു പോയിന്റിൽ ഫോക്കസ് ആവുന്നു, തിരിച്ച് നമുക്ക് ഇമേജിനെ കിട്ടുന്നു, അങ്ങനെയുള്ള രീതിയിലായിരുന്നു. ബട്ട് നെക്സ്റ്റ് സ്ലൈഡ് നോക്കുവാണ്, അതിൻ്റെ അകത്തുള്ള പിക്ചർ നോക്കുവാണെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ഫോക്കൽ പോയിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഉണ്ട് ഫോക്കസ്, ഇവിടെയും ഉണ്ട് ഫോക്കസ്. നോർമൽ വിഷനിലാണെങ്കിൽ ഒരൊറ്റ പോയിന്റ് ആയിരിക്കും ഫോക്കസ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ ഫോക്കൽ പോയിന്റ്സ് വന്നിട്ടുണ്ട്. അതാണ് അസ്റ്റിഗ്മാറ്റിസത്തിന്റെ പ്രത്യേകത. സോ അസ്റ്റിഗ്മാറ്റിസത്തിൽ റെറ്റിനയിൽ കറക്റ്റ് ഒരു പെർഫെക്റ്റ് പോയിന്റിലായിരിക്കില്ല ഫോക്കസ് ആവുന്നത്, ലൈറ്റ് ഫോളോ അപ്പ് ഓൺ ചെയ്യുന്നത് ഷാർപ്പ് പോയിന്റ്സിലായിരിക്കില്ല. ഇതിന് കാരണം നമ്മുടെ ലെൻസിന്റെ കേർവ്സിന് ഉണ്ടാവുന്ന ഓൾട്രേഷൻ കാരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐബോളിന്റെ ലെങ്ത്തിന്റെ റീസൺ കൊണ്ടോ അല്ലെങ്കിൽ ലെൻസിന്റെ, നമ്മുടെ ഐബോളിന്റെ അകത്തുള്ള ലെൻസിന്റെ എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ കാരണമായിരിക്കാം നമുക്ക് റിഫ്രാക്റ്റീവ് എറേഴ്സ് വരുന്നത്. ഐബോളിന്റെ ലെങ്തിനുണ്ടാവുന്ന ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന റിഫ്രാക്റ്റീവ് എറേഴ്സ് ആണ് ഹൈപ്പർ മെട്രോപ്പിയും മയോപ്പിയും. ഇതേ സമയം ലെൻസിന്റെ സ്ട്രക്ചറിനുണ്ടാകുന്ന ഡിഫറൻസ്, ലെൻസിന്റെ ഓൾട്രേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു റിഫ്രാക്റ്റീവ് എറർ ആണ് അസ്റ്റിഗ്മാറ്റിസം. ഇത് കറക്റ്റ് ചെയ്യുന്നത് സ്പെക്ടക്കിൾസ് യൂസ് ചെയ്തിട്ടാണ്. കോൺവെക്സ് ആയിട്ടുള്ള ലെൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്, നമ്മുടെ കണ്ണടയിലൊക്കെ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അസ്റ്റിഗ്മാറ്റിസം ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ അബ്നോർമൽ ലെൻസിൽ, സാധാരണ നമ്മുടെ ലെൻസ് നമ്മൾ നേരത്തെ സ്ട്രക്ചറിൽ പഠിച്ചിരുന്നു ബൈകോൺവെക്സ് ആണ്. ഈ ഒരു കോൺവെക്സിറ്റി കറക്റ്റ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ട്, ആ ഒരു കർവേച്ചർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് അസ്റ്റിഗ്മാറ്റിസം വരുന്നത്. സോ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലത്തെ കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് ഡയറക്ഷനിലോട്ടുള്ള ലെൻസ്, ഇപ്പോൾ നമ്മുടെ ലെൻസിന്റെ ഏത് പോർഷനിലാണോ കറക്റ്റായിട്ടുള്ള കർവേച്ചർ ഇല്ലാത്തത്, ബൈ കോൺവെക്സ് ലെൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ബൈ കോൺവെക്സ് ലെൻസിൽ ഏത് സൈഡിലാണോ ഇതിന്റെ കോൺവെക്സിറ്റി ഇല്ലാത്തത്, ഇപ്പം ഈ സൈഡിലാണ് കോൺവെക്സിറ്റി ഇല്ലാത്തതെങ്കിൽ ആ ഒരു പോർഷനിലോട്ട് തള്ളി നിൽക്കുന്ന സ്പെക്ടക്കിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുക. ആ ഒരു ഡെഫിഷ്യൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് സൈഡിലാണോ കോൺവെക്സിറ്റി ഇല്ലാത്തത് ആ ടൈപ്പ് സ്പെക്ടക്കിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ അസ്റ്റിഗ്മാറ്റിസത്തിൽ വരുമ്പോൾ ലെൻസിന്റെ ഓൾട്രേഷൻ കാരണമായിരിക്കും, ലെൻസിന്റെ കർവിന്റെ ഓൾട്രേഷൻ കാരണമാണ് അസ്റ്റിഗ്മാറ്റിസം ഉണ്ടാവുന്നത്. അസ്റ്റിഗ്മാറ്റിസത്തിൽ ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് ഫോക്കൽ പോയിന്റ് അല്ല, മൾട്ടിപ്പിൾ ഫോക്കൽ പോയിന്റ്സ് ഉണ്ടാകും.
അതിൻ്റെ വിഷൻ വരുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്തോട്ട് നോക്കുമ്പോൾ, നമ്മളൊരു ഇമേജിലോട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഏതൊരു പോർഷനിലോട്ടാണോ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയ നമുക്ക് ഫോക്കസ് ആയിട്ട് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ട് കിട്ടണം. പക്ഷേ അസ്റ്റിഗ്മാറ്റിസത്തിൽ ഇപ്പുറത്തെ പിക്ചർ നോക്കുവാണെങ്കിൽ നമുക്കിതെല്ലാം വിസിബിൾ ആണ്, ബട്ട് ഇതൊന്നും ക്ലിയർ അല്ല. കാരണം ഇതിലൊരു പർട്ടിക്കുലർ പോയിന്റിനെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ നമുക്ക് ഏത് പോയിന്റ് ആണോ നമുക്ക് ക്ലിയർ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആ പോയിന്റിലോട്ട് നോക്കിയാൽ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും. പക്ഷെ അസ്റ്റിഗ്മാറ്റിസം ബാധിച്ച ഐ ആണെങ്കിൽ നമുക്കിങ്ങനെ കറക്റ്റ് ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്യിക്കാൻ പറ്റില്ല. കാരണം എല്ലാ പോയിന്റിലോട്ടും ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഫോക്കൽ പോയിന്റ്സ് പോയേക്കുമായിരിക്കും. അപ്പോൾ എല്ലാം ഒരേപോലെ ബ്ലർ ആയിട്ടാണ് നമ്മൾ കാണുള്ളൂ. അതാണ് അസ്റ്റിഗ്മാറ്റിസം. ദെൻ ഫൈനലി വരുന്നത് പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ എന്ന് പറയുമ്പോൾ അക്കോമഡേഷനിലുള്ള ഒരു ഡിഫക്റ്റ് ആണ്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ കണ്ട് നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റി, നമ്മുടെ ഐയുടെ ആ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. നമ്മൾ അടുത്തുള്ള, ഇപ്പോൾ നമ്മൾ ഫോൺ നോക്കുവാണെങ്കിൽ അടുത്തുള്ള ഫോൺ നോക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ ദൂരെയുള്ള ഒരു മരം അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു മൊമെന്റ് ഓഫ് ടൈമിൽ നമ്മുടെ ഐസിന് തൊട്ടടുത്തുള്ള സാധനത്തിനെ ഫോക്കസ് ചെയ്യാനും നെക്സ്റ്റ് മൊമെന്റിൽ ദൂരെയുള്ള ഒരു സാധനത്തിനെ ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി, അതിനെയാണ് അക്കോമഡേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ അക്കോമഡേഷൻ എന്ന ആ ഒരു കപ്പാസിറ്റിക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ് പ്രസ്ബയോപ്പിയ ഉണ്ടാകുന്നത്. മെയിനായിട്ട് ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള റീസൺ നമ്മുടെ വയസ്സ് കൂടുന്തോറും, അഡ്വാൻസിങ് ഏജ്, പ്രായം കൂടുന്തോറും ആണ് ഈ ഒരു ഡിഫക്റ്റ് കണ്ടുവരുന്നത്. പ്രായം കൂടുന്തോറും നമുക്കറിയാം നമ്മുടെ ലെൻസിൻ്റെയൊക്കെ ആ ഒരു ഇലാസ്റ്റിസിറ്റി എന്ന ക്യാരക്ടറിസ്റ്റിക്സ് കുറയുകയും ലെസ് റിസൈലിയൻ്റ് ആവുകയും ചെയ്യും. അതായത് നമ്മുടെ ഇതിനനുസരിച്ച്, സെൻസേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ ഇത്ര പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്തിട്ട് അപ്പം തന്നെ അടുത്ത സ്ഥലത്തോട്ട് ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു നമ്മൾ പറയുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ അക്കോമഡേഷൻ പവർ നമുക്ക് കുറയുകയും പ്രസ്ബയോപ്പിയ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതിൽ നിയർ ഒബ്ജക്റ്റിനെ നമുക്ക് ഫോക്കസ് ചെയ്യിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഫാർ ഡിസ്റ്റന്റ് വിഷൻ അൺഇമ്പയർഡ് ആയിരിക്കും. കാരണം ഡിസ്റ്റന്റ് വിഷനിൽ കുറച്ചും കൂടെ ലെൻസ് ഫ്ലാറ്റൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. തൊട്ടടുത്തുള്ളിലോട്ട് വരുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ലെൻസിന് കപ്പാസിറ്റി ഇല്ലാണ്ടാകും. പ്രസ്ബയോപ്പിയ മിക്കവാറും നമ്മുടെയൊക്കെ വീടുകളിൽ മുതിർന്നവർ, പ്രായമായവരിൽ കാണുന്ന ഒരു അസുഖമാണ്. ഇതിനെ മലയാളത്തിൽ വെള്ളെഴുത്ത് എന്ന് പറയും. ആ വെള്ളെഴുത്ത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള അസുഖമാണ്. ഈ വെള്ളെഴുത്തുള്ളവർ നമ്മൾ പത്രമൊക്കെ വായിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഇട്ട് കൈ പിടിക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. പത്രമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ദൂരെ മാറ്റി പിടിച്ച് വായിക്കുന്നതൊക്കെ കാണാം. അടുത്ത് വയ്ക്കുമ്പോൾ ഇവർക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇച്ചിരി നീട്ടി പിടിക്കുവാണെങ്കിൽ ഇവർക്ക് അത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നിയർ ഒബ്ജക്റ്റിനെ അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഡിസ്റ്റന്റ് വിഷൻ അൺഇമ്പയർഡ് ആയിരിക്കും. ഇതിനെ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതും കറക്റ്റ് ചെയ്യുന്നത്. പ്രസ്ബയോപ്പിയ ഏകദേശം ഹൈപ്പർമെട്രോപ്പിയ ആയിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. കാരണം രണ്ടിലും ഡിസ്റ്റന്റ് വിഷൻ പോസിബിൾ ആണ്. നിയർ വിഷൻ ആണ് ബ്ലർ ഔട്ട് ആവുന്നത്, അല്ലെങ്കിൽ നിയർ വിഷൻ ആണ് ചെറിയ ഡിഫക്റ്റ് ഉണ്ടാവുന്നത്. പക്ഷെ ഹൈപ്പർമെട്രോപ്പിയയിൽ വന്നപ്പോൾ ഐബോളിന്റെ ലെങ്ത് ഷോർട്ട് ആയതുകൊണ്ടുണ്ടായി റെറ്റിനയിൽ കറക്റ്റായിട്ട് ലെൻസിനെ ഫോക്കസ് ചെയ്യിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഹൈപ്പർമെട്രോപ്പിയ ഉണ്ടാവുന്നതെങ്കിൽ പ്രസ്ബയോപ്പിയയിൽ ലെൻസിന്റെ റിസൈലിയൻസ് കുറയുന്നത് കൊണ്ട്, ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നതുകൊണ്ടാണ് ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാവുന്നത്. സോ ഇത്രയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് എറേഴ്സിനെ പറ്റി പഠിച്ചത്. റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ബെൻഡിങ് ഓഫ് ദ ലൈറ്റ്, നമ്മുടെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് നമ്മുടെ ഐബോള് ബെൻഡ് ചെയ്യിച്ച് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ്റെ എറർ മെയിനായിട്ട് ഉണ്ടാകുന്നത് ഒന്നല്ലെങ്കിൽ ഐബോളിൻ്റെ ലെങ്ത്തിന് എന്തെങ്കിലും ഒരു കുറവോ കൂടുതലോ ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ലെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാകുന്നത്. മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് ഹൈപ്പർമെട്രോപ്പിയ അഥവാ ലോങ് സൈറ്റ്, ദെൻ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്, ദെൻ അസ്റ്റിഗ്മാറ്റിസം, ലെൻസിൻ്റെ ഇതിനുണ്ടാവുന്ന പ്രശ്നം കൊണ്ടുണ്ടാകുന്ന അസ്റ്റിഗ്മാറ്റിസം, ദെൻ പ്രസ്ബയോപ്പിയ, ലെൻസിൻ്റെ ഇലാസ്റ്റിസിറ്റിക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് പ്രസ്ബയോപ്പിയ, വെള്ളെഴുത്ത് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇത്രയൊക്കെയാണ് റിഫ്രാക്റ്റീവ് എറേഴ്സ് ഓഫ് ഐ. ആദ്യം നമ്മൾ ഐബോളിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പഠിച്ചതിന് ശേഷം ഈ ഒരു റിഫ്രാക്റ്റീവ് എറേഴ്സിലോട്ട് വരുമ്പോഴാണ് ആ ഓരോ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. സോ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാസ്. താങ്ക് യു.